മുരുകൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറയുന്നത്? എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് അപ്പൊ നമ്മൾ സംസാരിക്കണം അങ്ങനെ ചെയ്യുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ എന്താ കേട്ടോ എന്റെ ചെവിയിലേക്ക് വരില്ലേ അതുപോലെ തന്നെ കേൾക്കാൻ പറ്റും. കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എന്തിനാ പുള്ളിനെ പരിചയപ്പെടുന്നത്, നീ എന്തിനാ അങ്ങനെ നമ്മളെ കുറച്ച് ക്ലോസ് ആയതുകൊണ്ട് നമ്മളെന്താ പറയാ ആളത്തെ ഈ പുള്ളിനെ നീ എന്തിനാ എന്നെ കൊണ്ട് പരിചയപ്പെടുത്തുക. അപ്പോൾ തിരിച്ചുത്തരം കിട്ടുവാണ് എപ്പോഴും കിട്ടുമോ? എപ്പോൾ സംസാരിച്ചാലും ഞാൻ ചിലപ്പോൾ ഞാനൊരു കാര്യം പറയാം. എങ്ങനെയാണ് ഈ ശബ്ദം? അത് എന്താ നമുക്ക് ആൻസറാണ്. താങ്കൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? എൻ്റെ ചോദ്യം ഇതാണ്. എന്തിനെ കുറിച്ച് ചോദിച്ചാലും വിശ്വസിക്കില്ല. അപ്പം തന്നെ പുള്ളി എടുത്ത് ഒരു പച്ച മഷി വെച്ച് വരച്ചിട്ട് അപ്പോഴെനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോഴും സിസ്റ്റർ എന്നെ കാണുമ്പോൾ രാവിലെ എന്നിട്ട് ആ കുട്ടി സ്കന്ദഷഷ്ടി കവചം പ്രാർത്ഥിച്ചിട്ടാണ് സ്കൂളിൽ പോണത്. അജ്മൽ ബിസ്മി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജ്മൽക്ക ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ MD. അപ്പോൾ അവിടെ നമ്മുടെ ഐസ്ക്രീം കൊടുത്തിരുന്നു. അപ്പോൾ കളമശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഷോപ്പ് ഇനോഗ്രേഷൻ നടക്കും. അടിപൊളിയായിട്ട് ഭയങ്കര ഷോപ്പ്. അപ്പോൾ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, നമ്മളും പോയി. അപ്പോൾ ജമാലിക്ക് അവിടുത്തെ എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും നിൽക്കുവാണ്. നമ്മുടെ ഒരു ഭ്രാന്തൻ അതിന് പറയേണ്ടത്. അപ്പോൾ എല്ലാവരും അവിടെ ചെറിയ ചായക്കട പോലെ ഒരു മൂലൊക്കെ പടുത്തിച്ചിട്ടുണ്ട്. ഞാനത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇതിവിടെ നിന്നാൽ നിങ്ങൾക്ക് ആപത്താണ്, നിങ്ങൾക്ക് ഡേഞ്ചർ, ഇത് ഇത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ മോഹോകം മാറി. ഇപ്പോഴും അതുണ്ടല്ലോ അവിടെ. പറഞ്ഞുതരാം. പുള്ളിയുടെ മോഹോകം മാറിയിട്ട് താൻ എന്ത് അത് പുള്ളി എൻ്റെ അടുക്ക പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മുഖത്തൊന്നും വായിച്ചിരിക്കും. ഞാൻ സംഗീതം നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ വിട്ട്. ഞാനും വിട്ടു. നമുക്ക് എന്ത് കാര്യം, ഞാൻ വിട്ട് പറയാനുള്ള നമുക്ക് പറഞ്ഞു. ആശ്വാസമായി. കാര്യം നമുക്ക് പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഫോൺ കോൾ വരികയാണ്. നീ എന്താ അങ്ങനെ സംസാരിച്ചതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ കാര്യമാണ് തോന്നിയതാണ് പറഞ്ഞത്. പുള്ളിക്കവിടെ പ്രതിയില്ലാത്ത അവസ്ഥയായി. വർഗീയമായ സംഭവം. BJP കുത്തിപ്പോയി. അവിടെ ഇനോഗ്രേഷന് CPM വിളിച്ചില്ല, BJP വിളിച്ചില്ല, മൊത്തം പ്രശ്നമായി. അവിടെ ആരും ഹിന്ദുക്കൾ കയറരുതെന്നൊക്കെ പറഞ്ഞിട്ട് അജണ്ടൊക്കെ വന്നിട്ട് അവസാനം പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്. സംഗീതം നിങ്ങൾക്കൊരു കാര്യം അറിയൂ, ഞാൻ എല്ലാ അമ്പലങ്ങളിലും ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് അയച്ചു തന്നേരം മുരുകൻ്റെ ഫോട്ടോ. പുള്ളിയുടെ മുരുകൻ്റെ അമ്പലത്തിലേക്ക് പുള്ളി അന്നദാനം ഇതൊക്കെ കൊടുക്കണതിൻ്റെ ഫോട്ടോ പുള്ളി ഞാൻ അയച്ചു തരാണ്. ഇത് നീ എന്നിട്ട് മനസ്സിലാക്കുക, നീ ഇവിടുത്തെ പേര് പറഞ്ഞല്ല BJPയുടെ, പക്ഷേ അവർക്ക് അയച്ചു കൊടുക്കും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് പറയണത്. അപ്പം ഞാൻ പറഞ്ഞു ആ സാധനം ഒന്ന് മാറ്റാൻ പറഞ്ഞ് മാറ്റിയോ. അപ്പം പുള്ളി ആ സാധനം അവിടെ ഒന്ന് മാറ്റി. പിന്നെ അത് തൊട്ടിട്ടില്ല, അവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പം സംഭവം കഥ മാറി. ഇപ്പം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയത് ഇപ്പം റിലയൻസിൻ്റെ അതറിയില്ലല്ലേ. അത് പിന്നെ അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോ ചായക്കട ഉണ്ട്. അതിന്റെ ഇപ്പൊ ഉണ്ടാവുന്ന സംഭവം റിലയൻസിന് അറിയോ, അല്ലെ അതിൽ നിൽക്കണ മറ്റേ ഇദ്ദേഹത്തിന് നമ്മുടെ മാനേജർക്ക് തലക്ക് തീ പിടിച്ചെടുക്കാന്നൊന്നും ആർക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇദ്ദേഹത്തിന് അതൊരു വിഷയമായിരുന്നു. അല്ലല്ല, കണക്റ്റഡ് മാത്രമല്ല, അത് പ്രൊപ്പറേറ്റ് അതൊരാളെ ഫോക്കസ് ചെയ്തായിരുന്നു. മറ്റേ കോർപ്പറേറ്റ് ലെവലിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും അത് പ്രശ്നം വരുന്നത്. അത് തേടി പോകാൻ അവർ ആ ഒരു ബർഡൻ വെച്ച് പോകേണ്ടി വരും. പക്ഷെ ഇദ്ദേഹത്തിന് റിലയൻസ് എടുത്തിട്ടും അത് ഇപ്പോഴും അജ്മൽ ബിസ്മി എന്നുള്ള പേര് തന്നെയാണല്ലോ. അത് ഇന്ത്യയിലെ പാർട്സ് ആണ്. അത് ഞാൻ അറിയാമല്ലോ. അത് കോർപ്പറേറ്റ് അജ്മൽ എന്നുള്ള പേരൊക്കെ അവർ വിറ്റു. അത് കാശ്മീർ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ സൂപ്പർ മാർക്കറ്റ്സ് അതിൻ്റെ പേരിൽ വരുന്നുണ്ട്. അതിന് വേറെ പാർട്ടുണ്ട്. അതൊരു ബിസിനസ് പാർട്ടാണ്. അത് നമുക്ക് അദ്ദേഹത്തിന്റെ കുറെ ഇതൊരു പോയിന്റ് മുരുകന്റെ സാന്നിധ്യം പറഞ്ഞു. എനിക്ക് അത് മാത്രം അഡ്രസ് ചെയ്യുന്നതായി. ഈ യാത്രയിലൊക്കെ അന്നൊന്നും എനിക്കിത് അറിയില്ലായിരുന്നു. നമ്മൾ പറയുമല്ലോ വിവരക്കേട് വിളിച്ചു പറയണ. അപ്പം മൂന്നാമത് നീ എന്ത് വൃത്തിയുടെ കാണിച്ചത്, ഇത്രയും പേരിരിക്കുന്ന സമയത്ത് നീ വന്നൊരു സാധനം തുടങ്ങിയ സാധനം എല്ലാവരും ചാവടി ആ പൂട്ടണമെന്ന് പറഞ്ഞാൽ നീ പക്ക പോഴത്തരല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആയിരിക്കാം എനിക്കൊരാളോട് പറയണമെന്ന് തോന്നിയ എൻ്റെ ഓണർ, നമ്മുടെ മുതലാളി എന്ന് പറഞ്ഞാൽ ആണ്ടവൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പറയുന്നു. അതിന് ചിലപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അത്രത്തോളം എനിക്ക് പറയാനുള്ളൂ. പക്ഷേ അതിനുശേഷം പുള്ളിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. പുള്ളി എന്നോട് ചോദിച്ചു ഇവിടെയൊക്കെ കറക്റ്റാണ്. ഞാൻ നോക്കി കറക്റ്റാണ്, അടിപൊളി സൂപ്പർ വീടാണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിൽ അദ്ദേഹം വളരെയധികം കെയർഫുൾ ആയിരുന്നു. അദ്ദേഹം ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരുകൻ്റെ ഡൊണേഷനായിട്ടോ എന്തൊക്കെയോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാവൽ എപ്പോഴും ഉണ്ടാവും, ഒരു ഇൻഫോർമേഷൻ എപ്പോഴും വരും. അതിപ്പോൾ ഞാൻ എന്നോട് അന്നൊക്കെ ടൂളായെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലിറക്കി ഞങ്ങൾ പറയും. അടഞ്ഞു കിടന്നിരുന്ന കാലഘട്ടമുണ്ട്, ചോദിച്ചു നോക്കിയാൽ അറിയാം. ഈ സാധനം റിലയൻസ് എടുക്കണേക്ക് പകരം അടഞ്ഞു കിടക്കുമായിരുന്നു. അത് ഞാനിപ്പോൾ പറയണത് എപ്പോഴും ഞാൻ പറയണത് മുരുകൻ്റെ ഒരു രൂപ മുരുകന് കൊടുത്താൽ
ആ ഒരു കാപ്പ് അവിടെ ഉണ്ടാവും, ഒരു കരുതലുണ്ടാവും, ഇൻഫോർമേഷൻ പോകും. അടുത്ത കാര്യം പറയാം. ഒരു ഹൈ റേഞ്ചിൽ ഒരു വലിയ എസ്റ്റേറ്റിൻ്റെ ഉടമ, പേരൊന്നും പറയാനില്ല കേട്ടോ, അത് അവരുടെ ഭയങ്കര കാത്തോലിക് കുടുംബത്തിലാണ്. അപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവർ ഡെയിലി പള്ളിയിൽ പോകണമെന്നത് ഒരു മുരുകൻ്റെ അമ്പലമുണ്ട് അവിടെ. അപ്പോൾ ആദ്യമൊന്നും ഇവർ അങ്ങോട്ട് പോകുമ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. ഇവർ മകള് വേറൊരു പയ്യനായിട്ട് അഫെയറിലായി. ഇത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഇവർ ആ പള്ളി ചെന്ന് കരഞ്ഞു പറയാം, മാതാവാണുള്ള. ഞാൻ പോയിട്ടുണ്ട് അവിടെ. മാതാവെന്ന് വെച്ചാൽ അന്നേരം നമ്മുടെ ക്രിസ്ത്യൻ ആ ഒരു രീതിയിലുള്ള മാതാവിൻ്റെ അടുക്ക ചെന്ന് കരഞ്ഞു പറയുക. തിരിച്ചു വരുമ്പോൾ ഈ മുരുകൻ്റെ അടുക്ക അമ്പലത്തിൻ്റെ അടുക്ക പാസ് ചെയ്യണ സമയത്ത് അവിടെയും പറയും, എൻ്റെ മോനെ നിങ്ങളൊക്കെ ശക്തികളല്ലേ, എൻ്റെ മോളെ ഒന്ന് രക്ഷിക്കണേ. ഇത് ഇവർ പറഞ്ഞു കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ കൊട്ടേഷൻ നമ്മളിലേക്ക് എത്തും. കാര്യം ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാരണം വെച്ചില്ലെങ്കിൽ ഇവരെ അച്ഛൻ ആരൊക്കെ വഴി എൻ്റെ അടുക്ക വന്ന് എന്നെ ഇവരുടെ അടുക്കൊന്ന് ഈ കാര്യത്തിൽ ഇടപെടാൻ പറയുകയാണ്. ഞാൻ ഈ പെങ്കൊച്ചിൻ്റെ അടുക്ക സംസാരിച്ചു. ഈ പെങ്കൊച്ചി ഇവനായിട്ട് കടുത്ത പ്രണയത്തിലാണ്. ഒരു പ്രണയം നടിച്ചിരിക്കുന്ന ഒരു അത്രയും പ്രണയത്തിൽ നിൽക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ ഒക്കെ ചെന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് വെട്ടിക്കൊല്ലു എന്ന് പറയും. പിന്നെ പ്രാക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ഞാനൊന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, മോളെ അച്ഛനമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മളുടെ അടുക്ക എങ്ങനെ അവർ പ്രതികരിക്കുമെന്ന് അറിയാമല്ലോ. അതുപോലെ റഫായിട്ട് എൻ്റെ അടുക്ക പെരുമാറുക. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞ 2-3 പോയിൻ്റ് ഒന്ന് പറയാം, മോളൊന്ന് ശ്രദ്ധിക്കുക. അതെൻ്റെ ഉള്ളിൽ കറക്റ്റ് ആണെങ്കിൽ എന്നെ വിളിച്ചോ മതി, അല്ലെങ്കിൽ വിട്ടേക്കാം. പ്രോബ്ലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരുടെ മകനാണ്. ഇവന് അന്ന് തൊട്ടേ വാശിയായിരുന്നു. ഇവളെ കല്യാണം കഴിഞ്ഞ് ഈ സ്വത്തുക്കൾ മുഴുവൻ എന്ന് വെച്ചാൽ അവരെ അധിപതിയായിട്ട് നിൽക്കണമെന്ന് ഇവൻ ചെറുപ്രായത്തിൽ തന്നെ വളർന്നു വരുമ്പോൾ ഇവൻ്റെ മനസ്സിൽ കയറിയ സംഭവമാണ്. ഇവനെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് അവരുടെ അച്ഛനമ്മയും തയ്യാറാണ്. പക്ഷെ അവരുടെ അച്ഛനമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഈ ഭൂമിയിലുണ്ടാവത്തില്ല. അപ്പോൾ ഇവർക്ക് അതോടുകൂടി ഇവരും നിസ്സഹായാവസ്ഥയായി. സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടിയോട് ചോദിച്ച് ഇങ്ങനെ 2 ചോദ്യങ്ങളിട്ടു. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഒരു പേഴ്സണൽ ചോദ്യം ഇത്രയാണ്, മോളെ എങ്ങനെയാണ് അവർ ഭയങ്കര ഇതാണോ, ഭയങ്കര സ്നേഹമാണ്. ഇവൻ എന്താ ചെയ്യാന്നറിയോ? ഈ കാലഘട്ടങ്ങളിൽ ഇവൾക്ക് വേണ്ടി സകല ഗിഫ്റ്റും കൊടുക്കും, ഒരുപാട് ഗിഫ്റ്റും. 1 രൂപയുടെ സാധനം പോലും തന്നിട്ടില്ല, തിരിച്ചു കൊടുത്തിട്ടില്ല. ഇവൻ ഒരുപാട് കാശ് വാങ്ങിക്കും, 1 രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയണേ. ഈ കുട്ടി ഇവൻ എറണാകുളത്തേക്ക് ജോലിക്ക് വന്നു, വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലിക്ക് വന്നു. ഈ കുട്ടിയോട് അവിടെ വരാൻ പറഞ്ഞു. ഇവിടെ വെച്ചിട്ട് ഇവർ തമ്മിൽ പ്രണയം മാത്രമല്ല, ഇവർ ഭയങ്കരമായിട്ട് അടുത്തു എന്ന് മാത്രമല്ല, ഇവന് കുറച്ച് ഫോട്ടോസ് എടുത്ത് കയ്യിൽ വെച്ചു. ഇതോട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയാണ്. ഇതാണ് വിട്ടുപോരാനും പാടാ. ഇവൻ എൻ്റെ ഭീഷണി ഉണ്ട്, അതിനുള്ളിൽ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഈ പയ്യനെ ഞാൻ ഒന്ന് വിളിച്ചു, മോനെ നിന്നെ കെട്ടിച്ചേരാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട്, നീ പെർഫെക്റ്റ് ആവണം, നീ PSC ചെയ്ത് എന്തെങ്കിലും ചെയ്തു. അങ്ങനെ ഇവനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് അതുവരെ നീ ഇവനായിട്ടൊരു ഗ്യാപ്പ് കൊടുക്കും, നിൻ്റെ ഒരു അങ്ങനെയുള്ള ആൺകുട്ടികളൊക്കെ സ്ട്രെയിറ്റായിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞു. ഇവൻ പഴയ പോലെ ശങ്കരൻ തെങ്ങ തന്നെ എന്നുള്ള സ്റ്റൈലിലായിരുന്നു. പിന്നീട് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് പെർഫെക്റ്റായിട്ട് ഇവർ നല്ല ജോലി ഇല്ലാണ്ട് ഈ കുടുംബത്തിലേക്ക് വന്ന് കയറാൻ പറ്റില്ല, എന്തെങ്കിലും നല്ല ജോലി തന്നാൽ നീ ജോലിക്ക് പോകുമോ, അവിടെ ചെന്ന് രക്ഷപ്പെടാനുള്ള പരിപാടി ചെയ്യൂ, എന്നിട്ട് നീ അന്വേഷിക്കൂ. അവൻ പറഞ്ഞ് ഓക്കെ ഞാൻ ചെയ്യാം. അങ്ങനെ ഇവന് ദുബായിലേക്ക് ഞാനൊരു ജോലി അറേഞ്ച് ചെയ്ത് കൊടുത്തു. ജോലി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ നീ അവനെ വാച്ച് ചെയ്യുക, എന്താണ് സംസാരിക്കുന്നത്, ശരി നിനക്ക് ദൈവഹിതം എന്താണോ അത് നടക്കട്ടെ, പക്ഷെ നീ പൊട്ടിയാവരുത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ദൈവഹിതം എന്താണോ അത് നടക്കട്ടെ, നീ പൊട്ടിയായി പോകാനും പാടില്ല. നിനക്ക് കണ്ണടച്ച് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളും നീ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ കുറ്റങ്ങളൊന്നും പറയില്ല. നിനക്കും അവനെ ജോലിക്ക് വിട്ടിട്ടുണ്ട്,
അവൻ അവിടെ ചെന്നിട്ട് ആ ചെന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കി. അവനൊരു ഗുണ്ടാ സെറ്റപ്പിൽ ആണ് ജോലി ചെയ്തിരുന്നത് ഇവിടെ, കളക്ഷൻ ഏജൻസിയൊക്കെ വെച്ച്. അവനൊരു രീതിയൊക്കെ അങ്ങനെയാണ്. ഈ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ കരച്ചിലാണ്. ഈ പറഞ്ഞ ഇവനെ വിളിച്ച ഫോണൊന്നുമില്ല. പിന്നെ കാര്യങ്ങളിലൊക്കെ ഒരു സെറ്റപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ അവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വിളിച്ച ഫോണെടുക്കത്തില്ല. ഇവൻ്റെ പറയുന്ന വോയിസൊക്കെ റെക്കോർഡ് ചെയ്ത് കേട്ടിട്ട് അത്രയും ഇൻറ്റിമേറ്റായിട്ട് നിന്നിരുന്നതാണ്. പല പല കാരണങ്ങൾ കൊണ്ട് ഇവൻ എന്താണെന്നുള്ള ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ട് തിരിച്ച് ഈ കുട്ടി എന്നോട് പറഞ്ഞു എനിക്കിവനെ വേണ്ട, അതിന് കാര്യം എന്തൊക്കെയാന്ന് പറഞ്ഞു. അപ്പോൾ അവളൊരു ലിസ്റ്റ് തന്നെ പറഞ്ഞു. ഞാൻ പറയണേ നിൻ്റെ അടുക്ക ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ, അത് നിനക്ക് എന്താ പറയുക, അവൾ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കറിയാം എൻ്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നടക്കണ കാര്യമല്ല മോനെ, നടപടിയാവില്ല. നീ പരിപാടിക്ക് നീ നല്ലൊരുത്തനാന്ന് വെച്ചാൽ നിന്നോട് ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുവന്നു, നീ ഭീഷണി ആ രീതിയൊക്കെ നടക്കില്ല, നടപടിയാവില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഇവളോടും പറഞ്ഞു ധൈര്യമായിട്ടും ആ ഒരു കേസുകളിൽ മാത്രം പേടിക്കണ്ട, ദൈവമുണ്ട്, നീ ഓട്ടിക്കോ. ഒരാൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ അപ്പോൾ അടുത്ത സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി ഒരു കല്യാണം കഴിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, അവരുടെ രീതിയിലാട്ടാ പ്രാർത്ഥിക്കാൻ, നമ്മുടെ രീതി പ്രാർത്ഥിച്ച് ആ കുട്ടിയോട് പറഞ്ഞ് കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയുമ്പോൾ എന്നെ ചെന്നു, ഞാൻ അവിടുത്തെ പള്ളിയിലച്ചനൊക്കെ നിൽക്കണ സമയത്ത് എൻ്റെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അവർ പോയത്. എന്നിട്ട് അന്ന് അമ്മ എന്നോട് കാര്യം പറഞ്ഞു, അത് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ രൂപക്കൂടിൽ സാറിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന്. അന്നൊക്കെ നമ്മളിതൊക്കെ നമ്മൾ ഓരോ ധർമ്മമായിട്ട് ചെയ്യില്ലേ, നമ്മൾ ഓരോ കർമ്മമായിട്ട് ചെയ്യില്ലേ, അതാണ് ഞാൻ ചെയ്തിരുന്നത്. അന്ന് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇപ്പോഴും കോൺടാക്ട് ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നു. അവരുടെ മറ്റേ പയ്യൻ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവൻ്റെ അഭ്യാസം, ആ കല്യാണം മുടക്കാനൊക്കെ ആയിട്ട് ആൾ വന്നപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ അതങ്ങ് സൈഡ് ഓഫ് ചെയ്ത് ഈ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ടൂളായിട്ട് മാറ്റാറുണ്ടാണ്. അപ്പോൾ പറയാൻ കാരണം ജാതിയോ മതമോ എന്തോന്ന് ചോദിച്ചില്ലേ, മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയോ ഒന്നല്ല. പക്ഷേ പെൺകുട്ടികൾ എറണാകുളത്ത് വരുമ്പോൾ ചായ കുടിക്കാൻ പോകണമെന്നുള്ള റിലേഷനിൽ പോണത് വളരെ കെയർഫുള്ളായിരിക്കും. കാര്യം ഇല്ലാത്ത നെഗറ്റീവ് എനർജി വലിച്ചു വരുത്തുകയാണ്. കാര്യം ഓൾറെഡി ഈ നമ്മളൊക്കെ പറയില്ലേ, ഇപ്പോൾ രാത്രി പണ്ട് പറയില്ലേ, രാത്രി കാലങ്ങളെ സഞ്ചരിക്കും, രാത്രി പൂജയും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മുരുകനെ ആരാധിക്കണവരുടെ കാര്യം, എനിക്ക് ബാക്കിയൊന്നും അറിയില്ല. ഒരു 10 മണിക്ക് ശേഷം മുരുകനെ ആരാധിക്കാൻ പൂജ ചെയ്യാണ്ടിരിക്കുക, അത് വേറെ എനർജിക്കുള്ളതാണ്. അത് ചെയ്തോ, അത് അവർക്ക് ചെയ്തോട്ടെ, പ്രശ്നമില്ല. മുരുകനെ ആരാധിക്കുന്നവരെ മാക്സിമം 10, അത് ഇത്ര ഡിലേ വന്നാലും ശരി, അത് അതിന് ശേഷം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയേക്കുന്ന ഇൻഫോർമേഷൻ. ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോഴും മുരുകൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ സംസാരിക്കണം എങ്ങനെ, ഞാൻ സംസാരിക്കുമ്പോൾ എന്താ കേട്ടോ എൻ്റെ ചെവിയിലേക്ക് വരില്ലേ, അതുപോലെ തന്നെ കേൾക്കാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരാളെ പരിചയപ്പെട്ടു. ഇപ്പം ഞാനൊരാളെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ പുള്ളീനെ പരിചയപ്പെടുന്നു, നീ എന്തിനാ അങ്ങനെ, നമ്മളെ കുറച്ച് ക്ലോസ് ആയതുകൊണ്ട് നമ്മളെന്താ പറയുക, ആളത്തെ ഈ പുള്ളീനെ നീ എന്തിനാ എന്നെ കൊണ്ട് പരിചയപ്പെടുത്തി. അപ്പോൾ തിരിച്ചുത്തരം കിട്ടുവാണ് എനിക്ക്, എപ്പോഴും കിട്ടുമോ എന്നുവെച്ചാൽ എപ്പോൾ സംസാരിച്ചാലും ഞാൻ ചിലപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഒരു പ്രത്യേക ഡയമെൻഷനിൽ നമ്മൾ ചുമ്മാ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മതി. നമുക്ക് അവിടെ നിന്ന് ആൻസർ വരും. എങ്ങനെയാണ് ഈ ശബ്ദം? അത് എന്താ, നമുക്ക് ആൻസറാണ്. നിങ്ങൾ ചോദിക്കുന്ന ആൻസർ എന്താണോ അതിന് ഉത്തരം. താങ്കൾ എങ്ങനെയാണ് ചോദിക്കുന്നത്, എൻ്റെ ചോദ്യം ഇതാണ്. എന്തിനെ കുറിച്ച് ചോദിച്ചാലും പറഞ്ഞല്ലോ. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ, സംശയം വന്നു കഴിഞ്ഞാൽ ചോദിക്കുകയല്ല നമ്മൾ ചെയ്യാൻ. ഞാനതാണ് ചെയ്തു. ഞാനിത് വേറെ ഒന്നിനും ആരോടും ഡിബേറ്റ് ചെയ്യാൻ ഞാനല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. എനിക്ക് വേറെ ആരോടും പറയാൻ എനിക്കില്ല, എൻ്റെ അനുഭവം എനിക്ക് ചോദിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറഞ്ഞുതരാം. ഒരാളെ പരിചയപ്പെടുക, അവരെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാണ് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു നിനക്ക് ഹെൽപ്പ് ചില സമയം ഈ വ്യക്തിനെ കൊണ്ട് നിനക്ക് ഭയങ്കരമായ ഹെൽപ്പ് വരും, നിന്നെ സഹായിക്കും അദ്ദേഹം. ഞാൻ പറഞ്ഞു ഇപ്പം ഈ പണ്ടാരണ്ട് പറഞ്ഞ പോലെ പ്രാവ് വർത്താനം പറയില്ലേ, ഈ വെള്ളത്തിൽ വീണ ഉറുമ്പിന് നമ്മൾ ഇലയിട്ട് കൊടുക്കുമ്പോൾ എന്താണ് അവനെ കൊണ്ട് കിട്ടുന്നത് പ്രാവ് വിശ്വസിച്ചിട്ട് കഥ കേട്ടല്ലേ, അവനെ കൊണ്ട് നിനക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ വേണ്ട പറഞ്ഞുകൊണ്ട് ശരി. ബട്ട് കാലം തെളിയിച്ചപ്പോണ്ടല്ലോ ആ വ്യക്തി ഡബിൾ സ്ട്രോങ് ആയിട്ടാണ്. അന്ന് ഞാൻ വിശ്വസിക്കില്ല. അതൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. പിന്നെ ഒരു കല്യാണക്കാരൻ വന്നു,
നമ്മുടെ വീട്ടിലൊരു കല്യാണക്കാരൻ വരുമല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ ആ വ്യക്തിക്കുള്ളിൽ അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആവും എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് വരെയും പറയണത് അത് ശരിയല്ല, ശരിയല്ല, ഇങ്ങനെ ചുറ്റുന്ന റൂമർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? ആണ്ടോ നീ എന്ത് ചോദ്യം കൊടുക്കല്ലേ? ചോദ്യം കൊടുത്തിട്ട് ഞാൻ ചിലപ്പോൾ നേരെ കാറിൽ സഞ്ചരിക്കുക. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യാണ് ചോദിക്കണം. ഞാൻ ഡ്രൈവ് ചെയ്യണ സമയത്ത് ഞാൻ ചുമ്മാ പുറത്തേക്ക് നോക്കിയിട്ട് ആണ്ടോ ഇതിന് ഉത്തരം എന്താണെന്ന് വെച്ചപ്പോൾ നിനക്ക് പറ്റുന്ന ആളാണ്, നീ മറ്റുള്ളതൊന്നും കേൾക്കണ്ട, നിനക്ക് പറ്റുന്ന ആളാണ്. പിന്നെ എനിക്ക് ഡബിൾ ടിക്കാണ്, ഞാൻ മുന്നോട്ടാ. പിന്നെ ഇതിനെ ഇന്ന് വരെ ആ കറക്റ്റാണ്. ഓക്കെ, ഇന്ന് വരെ കറക്റ്റാണ്. ഇപ്പം ഇതിൻ്റെ പറഞ്ഞ സ്ഥിതിക്കാണ് ഒരു കുട്ടി ഇപ്പം എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്. ആൾക്കാർ വിളിക്കുമ്പോൾ പറയണ്ട വിദ്യാഭ്യാസം ഇല്ല എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ സമയമാണല്ലോ. കൊല്ലത്ത് പറഞ്ഞാൽ ശരിയാവില്ല എങ്കിലും കൊല്ലത്തൊരു കോൺഗ്രസ് നേതാവിൻ്റെ അത് ഇപ്പോൾ ഒരു പ്രമുഖമായ ഒരാളുടെ റിലേറ്റീവാണ്. അവരുടെ മകൾക്ക് അവർ ആലപ്പുഴക്കാരാണ്. അപ്പോൾ അവർക്ക് രാജഗിരി കോളേജിൽ അഡ്മിഷൻ വേണം. അവരപ്പോൾ തന്നെ പഠിച്ച് ലെറ്റർ എഴുതുന്നു, മറ്റേത് ഹൈബീഡിന് എഴുതുന്നു, പിന്നെ മേയർ മിനിക്ക് എഴുതുന്നു, പിന്നെ ജമാലിക്കൊക്കെ എഴുതുന്നു, എല്ലാവർക്കും എഴുതുന്നു, ലെറ്റർ കൊടുത്തു. കാര്യങ്ങൾ കിട്ടുമെന്ന് ഉറപ്പാണ്. എന്നോട് അപ്പം തന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഇതുകൊണ്ട് കാര്യമില്ല. എനിക്ക് ഉത്തരം കിട്ടി. ഞാൻ അവരോട് പറഞ്ഞു ഇതൊക്കെ ഒന്നും കാര്യമില്ല. അപ്പം ഇവരെന്നെന്താ തെറി പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾ ആണ്ടവനോട് പറ ഇതിലും വലിയ സംഭവം നടക്കും, നിങ്ങൾ അതിലൊക്കെ ഒന്നും പോകണ്ട. കാരണം പിന്നെ ഞാൻ ജമാലിക്കടൊക്കെ ചെന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എടാ ലെറ്ററൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് കോട്ടയുണ്ട്, 7 പേരുണ്ട്, അത് ഓൾറെഡി ആയി. ഓക്കെ, ഐബിഡിൻ്റെ ഇടയ്ക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴും പറഞ്ഞ് ഇവർക്കൊക്കെ കോട്ടയുണ്ട്, അതൊക്കെ ആയി, ഞങ്ങളിപ്പം ശ്രമിക്കാം. തിരിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. മേയർ മിനിയോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ശ്രമിക്കാം. ഇനി ഇവരെന്താ ഉത്തരം? നോ. പക്ഷെ ഞാൻ പറഞ്ഞു നടക്കും. കാരണം നിങ്ങളുടെ പ്രാർത്ഥന അതുപോലെയാണ്. ഇറ്റ് വിൽ ഹാപ്പൻ. അതിന് റൂട്ട് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാജഗിരി കോളേജ് സ്കൂളല്ലേ, സ്കൂളിൽ ചെന്ന് എൻ്റെ മകൻ അവിടെ പഠിച്ചത്. എൻ്റെ മകൻ പഠിച്ചപ്പോൾ തന്നെ കഥ വേണമെങ്കിൽ പറഞ്ഞുതരാം. മകൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛ എനിക്ക് രാജഗിരിയിൽ അഡ്മിഷൻ വേണമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കണമെന്ന് പറഞ്ഞു. നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ റിനേ ഹോസ്പിറ്റലൊക്കെ അതിൻ്റെ ഓണേഴ്സൊക്കെ നമ്മൾ അറിയാവുന്ന അവരുടെയൊക്കെ ഞാൻ ചുമ്മാ അവരവിടെ പഠിച്ചത് എടാ അത് കുറച്ച് ടഫാണ്, വേറെ എവിടെയെങ്കിലൊക്കെയാണ് ഇനി പറഞ്ഞു, അവിടെ കുറച്ച് പാടാണ്, അതിന് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവനോട് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ആണ്ടവനോട് പറഞ്ഞു ഇത് വഴിയുണ്ടാക്കി തരാൻ. അവന് ഹൈ മാർക്ക് ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ അവന് കിട്ടി. ഒരാളുടെ ഒന്ന് മെറിറ്റ് കിട്ടി. പക്ഷെ ഇത് ആ ഒരു റിസൾട്ട് വന്നേക്കുമ്പോഴുള്ള ജർക്കാണ്, ആ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ശേഷം ഈ കുട്ടിയുടെ കേസ് വന്നപ്പോൾ ഈ കുട്ടിക്ക് 75% മാർക്കുള്ളൂ, കിട്ടില്ല. അവിടെ കിട്ടണമെങ്കിൽ ബെരിയർ വെച്ചാൽ 95 ആണ്. 95 മുകളിലേക്ക് താഴേക്ക് നോക്കണ്ട, മുകളിലേക്ക് എടുത്താൽ മതി അഡ്മിഷൻ ഉള്ളൂ. പക്ഷേ ഇവരുടെ പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാണ് ചോദ്യം പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു ഇത് കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സംസാരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ സംഭവം എന്നറിയോ, ഈ കുട്ടിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇന്നലെ ഇവരായിട്ടൊന്നും പരിചയമില്ലല്ലോ. ചോദ്യത്തിന് കമ്മ്യൂണിക്കേഷൻ ഒരു ഉത്തരവാണി പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ റിസപ്ഷൻ ഒരു പെൺകുട്ടി ഇരിക്കണം. ചോദിച്ചത് ഇത്രയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യം? റെക്കമെൻഡേഷൻ ലെറ്റർ എനിക്ക് കിട്ടും, ഇല്ലെങ്കിൽ മെറിറ്റില്ല. ഞാൻ പറഞ്ഞു റെക്കമെൻഡേഷൻ ലെറ്റർ ഇല്ല. അപ്പോൾ ആ സ്പോട്ടിലാണോ പറഞ്ഞു നീ പ്രിൻസിപ്പാളിനെ പോയി കാണും. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു പ്രിൻസിപ്പാളിനെ പോയി കാണും. ഞാൻ പറഞ്ഞു പ്രിൻസിപ്പാൾ മുകളിലാണ്. ഓക്കെ, ഞാൻ നേരെ മുകളിലേക്ക് വന്നു. അപ്പോൾ അവിടെ പറഞ്ഞു എന്താ വന്നേണേ? അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിൻസിപ്പാളിനെ കാണാം. അത് അപ്പോയിൻമെൻറ്റ് വേണം, അല്ലാണ്ട് വരില്ല. അത് അവർ പറഞ്ഞ് അങ്ങ് പോയി. ആണ്ടവൻ ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ നീ അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു അകത്തേക്ക് കയറാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ, ആ സാറിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങേരെന്ന് പറയുന്നത് തെറ്റ്, സാറ് ആ സാറിനെ കണ്ടില്ല. ഞാൻ ചെന്നിരുന്നു. എന്താ വന്നേ? ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കുറച്ച് കാര്യം സംസാരിക്കാൻ. എന്താ കാര്യം? ഞാൻ ഒരു കുട്ടിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നത്. പുള്ളിയുടെ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് കറക്റ്റ് സ്ഥിരം കണ്ണിലേക്ക് നോക്കുക, കാര്യം സംസാരിക്കുക. അപ്പോൾ താങ്കൾ ചോദിച്ചില്ലേ, എൻ്റെ ചെവിയിൽ വന്ന് അദ്ദേഹം പറയാണ് നീ കറക്റ്റായിട്ട് സംസാരിക്കുക. നോക്കി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ജെനുവിൻ കേസാണ് സാറേ, ഇവിടെ സാധാരണ ഒരു ആർക്കും ജീവിക്കണം എന്ന് പറഞ്ഞു. വിശ്വസിക്കില്ല,
അപ്പം തന്നെ പുള്ളി എടുത്ത് ഒരു പച്ച മഷി വെച്ച് വരച്ചിട്ട് അപ്പോഴെനിക്ക് മനസ്സിലാവണില്ല അവിടെ വേറെ അച്ഛനുണ്ട്, റെൻഡേൽ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ പോയി കാണാൻ പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായില്ല ഇത് എന്താ സംഭവം. റെൻഡേൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് അഡ്മിഷൻ്റെ കാര്യമൊക്കെ പോകണം. ഓക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും റെൻഡേൽ കിട്ടിയിട്ടൊന്നുമില്ല. റെൻഡേൽ അച്ഛൻ പറഞ്ഞു ഇത് സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതൊക്കെ പറഞ്ഞു. 2 മിനിറ്റ് അദ്ദേഹം പറഞ്ഞ് നീ മിണ്ടാണ്ടിരുന്നത് കുറച്ചു നേരം മിണ്ടായിരുന്നത് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഞാനായിട്ട് അദ്ദേഹം ഭയങ്കര ഭയങ്കര PhD ഒക്കെ ഉള്ള മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്, സ്പിരിച്വലി വളരെ ഇതാണ്. കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കാം കേട്ടോ, ഞങ്ങളുടെ പിരിയണ സമയത്ത് എൻഡ് ഓഫ് ദി ഡേ ആ കുട്ടി ആഗ്രഹിച്ച അതേ അഡ്മിഷൻ അവിടെ വാങ്ങിച്ചു കിട്ടി. ഇതിൻ്റെ പേരല്ല കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സാധാരണ പറയണം എനിക്ക് വേറെ ഉള്ള കമ്മ്യൂണിക്കേഷൻ അറിയില്ല, താങ്കൾ ഞാനായിട്ടുള്ള സംസാരിക്കണ പോലെ തന്നെ എന്നോട് പറഞ്ഞു. അവർ ഹാപ്പി, അവർ ഡബിൾ എന്താ പറയുക. ആ കുട്ടി ഇപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്. ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സ്കന്ദഷഷ്ടി കവചം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു പ്രെയർ ഹാളിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. ഇപ്പോഴും സിസ്റ്റർ എന്നെ കാണുമ്പോൾ രാവിലെ എന്നിട്ട് ആ കുട്ടി സ്കന്ദഷഷ്ടി കവചം പ്രാർത്ഥിച്ചിട്ടാണ് സ്കൂളിൽ പോണത്. ഇതിൻ്റെ ഒരു അനുഭവങ്ങൾ വളരെ ഹെവിയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. ഇതപ്പോഴാണ് അബാക് മീഡിയയുടെ ഒന്നും കൂടി അത് എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല.